ഹലോ കൂട്ടുകാരെ, മാജിക്കിൻ്റെ വിസ്മയ ലോകത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ രസകരമായൊരു മാജിക്കുമായിട്ട് അങ്കിൾ എത്തിയിരിക്കുകയാണ്. കൂട്ടുകാർ റെഡിയാണോ? അപ്പോൾ നമുക്ക് ഒരുമിച്ച് മാജിക്ക് കാണാം. മാജിക്കിനേക്കാൾ ഉപരി അതിലൂടെ ചില സന്ദേശങ്ങൾ പറയും, അത് ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, റെഡിയാണല്ലോ? യെസ്. നമുക്കറിയാം, ചില നാളുകൾക്ക് മുൻപ് ലോകമാകമാനം വന്നിരുന്ന ഒരു ആളുകൾ ഭയപ്പെട്ടിരുന്നൊരു കാര്യമുണ്ട്. എന്താണത്? കോവിഡ് എന്നൊരു മഹാമാരി അല്ലേ? അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം, നമ്മുടെ കൈകളിലൊക്കെ കോവിഡ് പറ്റിയിരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പലപ്പോഴും നമ്മൾ സാനിറ്റൈസർ കൈകളിൽ തേക്കും അല്ലേ? അപ്പോൾ നമ്മുടെ കൈകളിൽ പറ്റിയിരിക്കുന്ന സൂക്ഷ്മാണുവായ കോവിഡ് നമ്മുടെ കൈകളിൽ നിന്ന് പോകും. അപ്പോൾ നമുക്ക് നോക്കാം. എൻ്റെ കയ്യിലിതാ ഞാൻ ചില ചിത്രങ്ങൾ വരച്ചു. ഇതെന്താണ്? ഇതെന്തിൻ്റെ പടമാണിത്? കോവിഡിൻ്റെ അല്ലേ? അപ്പോൾ നോക്കുക, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കടലാസിലെല്ലാം ഞാൻ കോവിഡിൻ്റെ പടം വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൈകളിൽ പറ്റിയിരിക്കുന്ന കോവിഡിൻ്റെ പ്രതീകമായി ഇതിനെ ചിത്രീകരിക്കാം. ഓക്കെ, അതിനുശേഷം എൻ്റെ കയ്യിലേക്ക് ഞാൻ സാനിറ്റൈസർ എടുക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഈ സാനിറ്റൈസർ നമ്മുടെ കയ്യിലേക്ക് സ്പ്രേ ചെയ്യുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? സാനിറ്റൈസർ സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൈ നന്നായിട്ട് സ്ക്രബ് ചെയ്യണം അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിതാ അതിനെ നന്നായിട്ട് കയ്യിലെല്ലാം തിരുമ്മി തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് തുറന്നു നോക്കാം എന്താണ് അവിടെ സംഭവിച്ചത്. യെസ്, നിങ്ങൾ നോക്കുക, എന്ത് സംഭവിച്ചു? വാവ്! എന്താ സംഭവിച്ചത്? ആ കോവിഡ് എൻ്റെ കൈകളിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുകയാണ്. നോക്കുക, ആ കോവിഡെല്ലാം എൻ്റെ കൈകളിൽ നിന്ന് പോയിരിക്കുകയാണ്. ഓക്കെ, മാജിക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? നാം സാനിറ്റൈസർ സ്പ്രേ ചെയ്തപ്പോൾ കയ്യിൽ പറ്റിയിരുന്ന കോവിഡെല്ലാം അപ്രത്യക്ഷമായി അല്ലേ? ഇതുപോലെ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് പാപത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ടല്ലേ? പക്ഷേ നാം എപ്പോഴും ദൈവത്തോട് ചേർന്ന് നടന്നാൽ, ദൈവിക സാന്നിധ്യം നമ്മളുണ്ടായിരുന്നാൽ ഈ പാപത്തെ എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റാൻ കഴിയും. അതുകൊണ്ട് കൂട്ടുകാർ എന്ത് ചെയ്യണം? നാം എപ്പോഴും ദൈവത്തോട് ചേർന്ന് നടക്കുക. ആ ദൈവിക സാന്നിധ്യത്തിലായിരിക്കാൻ നാം എപ്പോഴും ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ നല്ല മിടുക്കരായ കൂട്ടുകാരായി നമുക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.